ഹരേ കൃഷ്ണ. കണ്ണൻ്റെ ഓടക്കുഴലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് അകാസുര വധം കേട്ടാലോ. ഒരു ദിവസം കണ്ണൻ രാവിലെ ഉറക്കം എണീറ്റ് അപ്പം തന്നെ ഒരു കന്നിൻ്റെ കൊമ്പെടുത്തിട്ട് കാഹളം ഊതി. ഈ കാഹളം ഊതിയ ആ സൗണ്ട് കേട്ടപ്പോൾ തന്നെ എല്ലാ ഗോപാലകന്മാരും അവിടെ എത്തി. അപ്പോൾ അവർക്കറിയാം എന്തോ കണ്ണനെ പറയാനുണ്ടെന്ന്. അങ്ങനെ കണ്ണൻ പറഞ്ഞു, ഇന്ന് നമുക്ക് വനത്തിലേക്ക് പോകണം, എല്ലാവരും വേഗം ശരിയായിക്കോളൂ കേട്ടോ എന്ന് പറഞ്ഞു. അങ്ങനെ എല്ലാവരും വീട്ടിൽ പോയിട്ട് കുളിച്ച് വസ്ത്രങ്ങളൊക്കെ ഇട്ട് നല്ല ആഭരണങ്ങളൊക്കെ ഇട്ട് എല്ലാവരും ശരിയായി. ഭക്ഷണ സാധനങ്ങളൊക്കെ എടുത്തിട്ട് വനത്തിലേക്ക് പോവാൻ തയ്യാറായി. വനത്തിൽ പോയിട്ട് പശുക്കളെ മേയ്ക്കാൻ വിട്ടിട്ട് വനഭോജനം നടത്തുക, അതായിരുന്നു ഏറ്റവും വലിയൊരു കാര്യം. അങ്ങനെ അവർ വനത്തിലേക്ക് യാത്രയായി. അവരുടെ കയ്യിൽ ഓടക്കുഴൽ, വടികൾ, കന്നിൻ്റെ കൊമ്പുകൾ, കാഹളം ഊതാനുള്ള കൊമ്പുകൾ, ഇതൊക്കെ അവരുടെ കയ്യിലുണ്ട് കേട്ടോ. അതേപോലെ തന്നെ പോകുമ്പോൾ പലതരം കളികളിൽ ഏർപ്പെട്ടിട്ടാണ് ഇവർ പോവുക കാട്ടിലേക്ക്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് പോണ വഴിയിൽ ഓരോതരം പൂവുകൾ, മയിൽപ്പീലി, അതുപോലെ പൂക്കൾ, ഇലകൾ, മരച്ചില്ലകൾ, അങ്ങനെ കുറേ സാധനങ്ങൾ ഇങ്ങനെ വഴിയിൽ നിന്ന് ശേഖരിക്കും. എന്തിനാണെന്നോ, അതൊക്കെ ഉപയോഗിച്ചിട്ട് പലതരത്തിലുള്ള വേഷങ്ങൾ കെട്ടിയിട്ടാണ് ഓരോ തരം കളികളും കളിച്ചിട്ടാണ് ഇവർ പശുക്കളെ മേയ്ക്കാനായിട്ട് പോകുന്നത്. അങ്ങനെ എല്ലാവരും ആർത്തുല്ലസിച്ച് പോകുമ്പോൾ അതിലൊരു കുട്ടി വേറൊരു കുട്ടിയുടെ ഭക്ഷണപ്പൊതി എടുത്തു. എന്നിട്ട് അത് മുന്നിൽ നടക്കുന്ന ഒരു കുട്ടിയുടെ കയ്യിൽ കൊടുത്തു. അപ്പോഴേക്കും ഈ കുട്ടി അറിഞ്ഞു, അയ്യോ എൻ്റെ ഭക്ഷണപ്പൊതി കാണാമല്ലോ, ആരോ എടുത്തല്ലോ എന്നുള്ളത്. അപ്പോഴേക്കും അത് കൈമാറി ഇങ്ങനെ പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ഭക്ഷണപ്പൊതി മേടിക്കാനുള്ള ആ ഒരു ഓട്ടപ്പാച്ചിൽ, അങ്ങനെ ഒരു കളി. അതുപോലെ ഭഗവാൻ ഇവരെക്കാൾ കുറച്ച് മുന്നേ നടന്നു. അപ്പോൾ കണ്ണനെ ആര് തൊടും, അല്ലെങ്കിൽ കണ്ണൻ്റെ ഒപ്പം ആര് ആദ്യം എത്തും, അങ്ങനെ ഒരു കളി. അതുപോലെ പക്ഷികൾ പറക്കുമ്പോൾ അവരുടെ നിഴലിനൊത്തിട്ട് ഓടുക, മയിലുകളെ പോലെ നൃത്തമാടുക, കുരങ്ങന്മാരുടെ വാലിൽ പിടിച്ചാടുക, തവളകളെ പോലെ ചാടുക, അതുപോലെ കോക്കറി കാണിക്കുക, ഓരോ കോപ്രായങ്ങൾ കാണിച്ച് മറ്റുള്ളവരെ ചിരിപ്പിക്കുക. അങ്ങനെ വളരെ രസകരമായ കളികളും, അതുപോലെ തന്നെ കന്നിൻകുട്ടികളുടെ കൊമ്പുകൾ കൊണ്ട് കാഹളമൊക്കെ ഊതിയിട്ട് ഓടക്കുഴലൊക്കെ വിളിച്ച് കുയിലിൻ്റെ ഒപ്പം പാടിയിട്ടും അങ്ങനെ വളരെ സന്തോഷത്തോടു കൂടിയിട്ടാണ് അവർ കാട്ടിലേക്ക് പോകുന്നത്. അപ്പോൾ അവിടെ ഇവരെയും കാത്തിട്ട് അകാസുരൻ എന്നൊരു അസുരൻ അവിടെ ഇരിപ്പുണ്ടായിരുന്നു. അകാസുരൻ പൂതനയുടെയും ബകാസുരൻ്റെയും ഇളയ സഹോദരനാണ് അകാസുരൻ. അകാസുരനെ കംസനാണ് കണ്ണനെ കൊല്ലാനായിട്ട് പറഞ്ഞയച്ചിട്ടുള്ളത്. അപ്പം അകാസുരൻ്റെ ക്ഷമ നശിച്ചു തുടങ്ങി. ഇവരെ കാണാനില്ല. ഇവരാണെങ്കിലോ ഇത്രയധികം ലീലകളൊക്കെ ആടിയിട്ടാണ് ഇവർ വരുന്നത്. അങ്ങനെ ക്ഷമ കെട്ട് അകാസുരൻ അവിടെ നിൽക്കുമ്പോൾ അതാ കണ്ണനും കൂട്ടുകാരും പശുക്കളും പശുക്കിടാങ്ങളും എല്ലാവരും ഇങ്ങനെ പൊടി പാറിച്ചുകൊണ്ട് ഇങ്ങനെ വരുന്നു. കണ്ണനെയും കുട്ടികളെയും പശുക്കളെയും പശുക്കിടാങ്ങളെയും ഒക്കെ ഒറ്റയടിക്ക് കൊന്നൊടുക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് അകാസുരൻ അവിടെ കാത്തിരിക്കുന്നത് കേട്ടോ. ഈ അകാസുരനെ സ്വർലോകവാസികൾ പോലും ഭയപ്പെട്ടിരുന്നു. ആയുസ് നീട്ടാൻ നിത്യവും ഈ സ്വർലോകത്തിലെ ദേവന്മാരെ അമൃത് സേവിച്ചിരുന്നെങ്കിലും അവർക്ക് അകാസുരൻ മൂലം അതിലൊന്നും ഒരു വിശ്വാസം ഉണ്ടായിരുന്നില്ല. അവർ മേഘപാളികൾക്കിടയിൽ ഒളിച്ചിരിക്കുകയാണ് ഈ അകാസുരനെ പേടിച്ചിട്ട്. എന്നാലോ നമ്മുടെ ഗോപന്മാർക്ക് ആരെയും ഒരു ഭയമില്ലായിരുന്നു. കാരണം എന്താണെന്നോ, അവരുടെ കൂടെ എപ്പോഴും ആരാ ഉള്ളത്? നമ്മുടെ അഖിലാണ്ട കോടി ബ്രഹ്മാണ്ട നായകനായ ഭഗവാനാണ് അവരുടെ കൂടെ എപ്പോഴും ഉള്ളത്. അപ്പോൾ അതുകൊണ്ട് അവർക്കൊരു പേടിയും ഉണ്ടായിരുന്നില്ല. അകാസുരനെ കണ്ണനെ കൊല്ലാനായിട്ട് പറഞ്ഞയച്ചത് കംസനാണ്. അങ്ങനെ അവൻ തൻ്റെ സഹോദരൻ്റെ ഓർമ്മയ്ക്കായിട്ട് തീലോദകം അർപ്പിച്ച ശേഷം കൃഷ്ണനെയും ഇടയ ബാലന്മാരെയും കൊന്നൊടുക്കുവാനാണ് എത്തിയിരിക്കുന്നത്. കൃഷ്ണനെയും ഗോപകുമാരന്മാരെയും കൊന്നുകഴിഞ്ഞാൽ വൃന്ദാവനവാസികൾ ഒന്നടങ്കം ചത്തുകൊള്ളുമെന്ന് അകാസുരന് അറിയാമായിരുന്നു. കാരണം മക്കളെല്ലാം മരിച്ചു കഴിഞ്ഞാൽ പിന്നെ മാതാപിതാക്കൾ സ്വയം ജീവൻ ഒടുക്കുമല്ലോ, അതായിരുന്നു. അപ്പോൾ വൃന്ദാവനത്തിലെ എല്ലാ കുട്ടികളും മരിച്ചു കഴിഞ്ഞാൽ പിന്നെ അവരൊന്നും ജീവിച്ചിരിക്കില്ല എന്ന് അകാസുരന് അറിയാമായിരുന്നു. അങ്ങനെ വൃന്ദാവനം ഒന്നടക്കം നശിപ്പിക്കുക എന്നതായിരുന്നു അകാസുരൻ്റെ ലക്ഷ്യം. ഇപ്രകാരം വൃന്ദാവനവാസികളെ മുഴുവൻ കൊന്നൊടുക്കാൻ തീരുമാനിച്ച അകാസുരൻ മഹിമ എന്ന യോഗസിദ്ധി കൊണ്ടു സ്വയം വികാസം കൊണ്ടു.
മഹിമായോഗസിദ്ധിയുടെ പൂർണ്ണതയിൽ ഒരാൾക്ക് സ്വന്തം ഹിതമനുസരിച്ച് വികസിക്കാൻ കഴിയും. അകാസുരൻ സ്വയം വികസിച്ചു 4 യോജന നീളമുള്ള ഒരു തടിയൻ സർപ്പത്തിൻ്റെ രൂപം കൊണ്ടു. ഈ അത്ഭുത ശരീരം കൈക്കൊണ്ട ശേഷം അവൻ തൻ്റെ പർവ്വത ഗുഹ പോലെയുള്ള വായ തുറന്നു. ബലരാമനെയും കൃഷ്ണനെയും അടക്കം സർവ്വ കുട്ടികളെയും ഒറ്റയടിക്ക് വിഴുങ്ങാൻ വേണ്ടി ഇത്തരത്തിൽ അവൻ വഴിമധ്യത്തിൽ വന്നു കിടപ്പായി. ഭീമാകാരമായ സർപ്പരൂപം ധരിച്ച അസുരൻ തൻ്റെ ചുണ്ടുകൾ ഭൂമി മുതൽ ആകാശം വരെ വികസിപ്പിച്ചു. കീഴ്ചുണ്ട് ഭൂതലത്തിലും മേൽചുണ്ട് മേഘമാർഗത്തെയും സ്പർശിച്ചിരുന്നു. അവൻ്റെ അണ വലിയൊരു പർവ്വത ഗുഹയുടെ പ്രതീതി ഉണ്ടാക്കി. ഗിരിശൃംഗങ്ങൾ പോലെ എഴുന്നു നിൽക്കുന്ന പല്ലുകൾ, വിശാലമായ തെരുവ് വീതി പോലെ പരന്നു കിടക്കുന്ന നാവ്, കൊടുങ്കാറ്റ് പോലുള്ള ശ്വാസോച്ഛ്വാസം, അഗ്നി കത്തിപ്പടരുന്ന കണ്ണുകൾ, ഇങ്ങനെ കിടന്നിരുന്ന അസുരനെ ഒരു പ്രതിമയായിട്ടാണ് കുട്ടികൾക്ക് ആദ്യം തോന്നിയത്. അതിനെ കണ്ടിട്ടും ആ കുട്ടികൾക്ക് ഒരു ഭയവും തോന്നിയില്ല. കാരണം അവരുടെ കൂടെ ആരാ ഉള്ളത്? കണ്ണനുണ്ടല്ലോ ഞങ്ങളുടെ കൂടെ ഏത് ആപത്തിൽ നിന്ന് രക്ഷിക്കാനായിട്ട്. അങ്ങനൊരു വിശ്വാസമായിരുന്നു അവർക്ക്. അതുകൊണ്ട് തന്നെ ബകാസുരനെ ഇവർക്കൊരു ചിന്ത ഉണ്ടായിരുന്നു, ആ സർപ്പത്തിൻ്റെ വായരുള്ളിലേക്ക് നമ്മൾ കടന്നു കഴിഞ്ഞാൽ അത് നമ്മളെ വിഴുങ്ങുമോ എന്നൊക്കെ ഒരു ചിന്ത അങ്ങനെ ഉണ്ടായിരുന്നു. അപ്പോൾ തന്നെ വേറൊരു കുട്ടി പറഞ്ഞു, ഇല്ല, അങ്ങനെ നമ്മൾ എന്തെങ്കിലും ചെയ്താൽ തന്നെ ബകാസുരനെ കൊന്ന പോലെ ഈ സർപ്പത്തെയും നമ്മുടെ കണ്ണൻ കൊന്ന് നമ്മളെ രക്ഷിക്കും. അങ്ങനെ അവർ കണ്ണൻ്റെ മുഖത്തേക്ക് കണ്ണൻ അപ്പോൾ പിന്നിലായിരുന്നു കേട്ടോ. അപ്പോൾ കണ്ണൻ്റെ മുഖത്തേക്ക് താമരപ്പൂ പോലെയുള്ള കണ്ണൻ്റെ ആ മുഖത്തേക്ക് നോക്കിയിട്ട് ചിരിച്ചിട്ട് കൈ വീശി കാണിച്ചിട്ടാണ് ഈ ഗോപന്മാരൊക്കെ ഈ സർപ്പത്തിൻ്റെ വായിലേക്ക് കയറിപ്പോയത്. ഗോപന്മാരും പശുക്കളും പശുക്കിടാങ്ങളും എല്ലാം ഈ അകാസുരൻ്റെ വായിലേക്ക് കയറിപ്പോയി. പക്ഷേ കൃഷ്ണനെ മനസ്സിലായി, ഇത് സാധാരണ സർപ്പമല്ല, ഇത് അസുരനാണ്, തങ്ങളെ വധിക്കാൻ വന്ന അസുരനാണ് എന്ന് കണ്ണനെ മനസ്സിലായി. അപ്പോഴേക്കും ഈ ഗോപന്മാരും പശുക്കളും പശുക്കിടാങ്ങളും എല്ലാം അകാസുരൻ്റെ വായിലേക്ക് കയറിപ്പോയിരുന്നു. അപ്പോൾ അകാസുരൻ വായടയ്ക്കാതെ തുറന്നു വെച്ചിരിക്കുകയാണ്. കാരണം അകാസുരൻ്റെ ഏറ്റവും വലിയ ശത്രു എന്ന് പറയുന്നത് കണ്ണനാണ്. ആ കണ്ണൻ കയറിയാലേ വായടയ്ക്കാൻ പറ്റുള്ളൂ. അതുകൊണ്ട് ഇങ്ങനെ കണ്ണനെയും കാത്ത് വായ തുറന്നിങ്ങനെ വെച്ചിരിക്കുകയാണ്. കണ്ണനാണെങ്കിലോ തൻ്റെ ചങ്ങാതിമാരെയും പശുക്കിടാങ്ങളെയും ഒക്കെ രക്ഷിക്കാനുള്ള ആലോചനയിലാണ്. അങ്ങനെ ഒടുവിൽ അല്പം ഒന്ന് ആലോചിച്ച് കണ്ണനും അസുരൻ്റെ വായ്ക്കുള്ളിൽ കടന്നു. കൃഷ്ണൻ അകത്ത് കടന്നപ്പോൾ ആകാശത്തിൽ മേഘങ്ങളുടെ മറവിൽ ഒളിച്ചിരുന്ന ദേവന്മാർ വിലപിക്കാൻ തുടങ്ങി. അതേസമയം രക്തമാംസങ്ങൾ കഴിക്കുന്നത് ശീലമാക്കിയിരുന്ന അകാസുരൻ്റെ ചങ്ങാതിമാർ, വിശേഷിച്ചും കംസൻ, കൃഷ്ണൻ കൂടി അസുരൻ്റെ വായ്ക്കകത്തായപ്പോൾ ആഹ്ലാദത്തോടെ ആർത്തു വിളിച്ചു. അസുരൻ കൃഷ്ണനെയും കൂട്ടുകാരെയും ഞെരിക്കാൻ തുടങ്ങുന്ന അവസരത്തിലാണ് ദേവന്മാരുടെ വിലാപം കൃഷ്ണൻ കേട്ടത്. ആ ക്ഷണത്തിൽ തന്നെ അസുരൻ്റെ തൊണ്ടയ്ക്കുള്ളിൽ കൃഷ്ണൻ സ്വയം വികസിക്കാൻ തുടങ്ങി. തൻ്റെ ആകാരം അതിഭീമമായിരുന്നെങ്കിൽ കൃഷ്ണൻ്റെ വികാസം മൂലം അസുരന് ശ്വാസം മുട്ടി. അവൻ്റെ കണ്ണുകൾ അതിവേഗം ഇളകി തുടങ്ങി. താമസിയാതെ ശ്വാസക്രമം മന്ദഗതിയിലായി. അവൻ്റെ പ്രാണവായുവിനെ പുറത്തു കടക്കാൻ ഒരു മാർഗവുമില്ലായിരുന്നു. അവസാനം തലയോട്ടിയുടെ മുകൾ ഭാഗം പൊട്ടിത്തുറന്നു. അതിലൂടെ പ്രാണവായു ബഹിർഗമിക്കുകയും ചെയ്തു. അസുരൻ ചത്തു വീണതോടെ തൻ്റെ അതീന്ദ്രിയമായ ഒറ്റ നോട്ടം കൊണ്ട് തന്നെ കുട്ടികളെയും പശുക്കുട്ടികളെയും തിരിച്ചു കൊണ്ടുവന്നു. തുടർന്ന് അവരോടൊപ്പം കൃഷ്ണൻ അസുരൻ്റെ വായിൽ നിന്ന് പുറത്തു വരികയും ചെയ്തു. ആഹ്ലാദത്താൽ മതിമറന്ന ദേവന്മാർ പരമ്പൊരുളായ ഭഗവാൻ കൃഷ്ണൻ്റെ മേൽ പുഷ്പവൃഷ്ടി ചെയ്ത് അദ്ദേഹത്തെ ആരാധിച്ചു. സ്വർഗവാസികൾ ആനന്ദ നൃത്തം തുടങ്ങി. ഗന്ധർവന്മാർ പലതര സ്തുതിഗീതങ്ങൾ പാടി. വാദ്യമേളക്കാർ ആനന്ദത്താൽ മദ്ദളം വായിച്ചു തുടങ്ങി. ബ്രാഹ്മണർ വൈദിക സ്തോത്രങ്ങൾ പാടി. ഭഗവത് ഭക്തന്മാർ ജയ ജയ മന്ത്രം ഉരുവിട്ടു. അസുരൻ്റെ ഭീമാകാരമായ വായ് കുറേ ദിവസം തുറന്ന നിലയിൽ തന്നെ കിടന്നു. ക്രമേണ അത് വരണ്ടുണങ്ങി. ഗോപാലകന്മാർക്കാകട്ടെ അതൊരു വിനോദരംഗമായി നിലനിന്നു. ഹരേ കൃഷ്ണ. സർവം ശ്രീ രാധാകൃഷ്ണ അർപ്പണമസ്തു. ജയ ശ്രീ രാധേ രാധേ. ഹരി ഹരി ബോൽ.